ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ജനാലയ്ക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലുള്ള സാരി ഉടുത്ത ഒരു മധ്യവയസ്ക മുറിയിലേക്ക് കയറി വരുന്നതാണ് അവൾ കണ്ടത്. അലീന ജനാലയ്ക്കടുത്ത് തന്നെയാണെന്നറിയാതെ അവൾ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് മുറിയുടെ മധ്യഭാഗത്തേക്ക് വന്നു. അവരുടെ പിന്നാലെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ടാനിയായെ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായി നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന നിൽക്കുന്നത് കണ്ടും അവളുടെ മുഖത്ത് ആഹ്ലാദം വിടർന്നു. മമ്മി, ആ ചേച്ചി ദേ നിൽക്കുന്നു. അവൾ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടി തെല്ലുറക്കെ പറഞ്ഞു. മധ്യവയസ്കയായ സ്ത്രീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. റിട്ടയർഡ് കേണൽ സ്റ്റാലിൻ ജോസഫിൻ്റെ ഭാര്യ എൽസമ്മ. തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റേ 2 പെൺകുട്ടികളും തൻ്റെ അനുജത്തിമാരാണ്. അലീന അവസാനം എൽസമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. അവൾ അവരെ നോക്കി മന്ദഹസിച്ചു. എൽസമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവർ വേറെ ഏതോ ഒരു ഓർമ്മയിലേക്ക് വഴുതിപ്പോയെന്ന് അലീനയ്ക്ക് തോന്നി. നോക്കുന്നുണ്ടെങ്കിലും അവർ ഒന്നും കാണുന്നില്ല. അവരുടെ മുടി പലയിടത്തും നരച്ചിരുന്നു. കൺതടങ്ങളിൽ നിഴൽ വീണതുപോലെ ഇരുണ്ട് കിടക്കുന്നു. അവരുടെ നെറ്റിയിലും കവളുകളിലും നേരിയ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്തതും എന്നാൽ ക്ഷീണവും മായ ശരീരപ്രകൃതം. യൗവനത്തിൽ അവർ സുന്ദരിയായിരുന്നുവെന്ന് അലീന ഊഹിച്ചു. അങ്ങോട്ടിരിക്കാമല്ലോ, അലീന സോഫയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞെട്ടി ഉണർന്ന പോലെ എൽസമ്മ വീണ്ടും അലീനയെ നോക്കി. ഒരു മാത്രം നേരത്തേക്ക് അവളുടെ മുഖത്ത് വെറുപ്പും നിന്നയും എരുമ്പിക്കയറി. പൊട്ടിത്തെറിക്കും പോലെ അവർ എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷേ അഗ്നിപർവ്വതത്തിൻ്റെ ജ്വാലാമുഖം പെട്ടെന്ന് അണഞ്ഞതുപോലെ അത് അപ്രത്യക്ഷമായി. അവരുടെ 2ാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്ന് വീണു. അവൾ അതിൽ ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്പരം പടഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ മൃദുത്വം ആസ്വദിച്ചു. അനന്തരം അവൾ എഴുന്നേറ്റ് പോയി കിടക്കയിൽ കിടന്ന് ഒരു വട്ടം ഉരുണ്ടു. ടെൽസ, എൽസമ്മ വിളിച്ചു. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും പിന്നാലെ ഔതക്കുട്ടിച്ചായനും മുറിയിലേക്ക് വന്നു. റീത്താമ്മ അലീനയുടെ നേർക്ക് എരിയുന്ന ഒരു നോട്ടം നോക്കി. കണ്ടല്ലോ, വാ, റീത്താമ്മ അനുജത്തിയോട് പറഞ്ഞു. ടെൽസ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടികളുടെ ഭാവത്തോടെ മുറിയിൽ അങ്ങ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അലീന. അവൾക്ക് 17 വയസ്സ് തോന്നിച്ചു. പക്ഷെ അത്രത്തോളം മാനസിക വളർച്ചയില്ലെന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അശ്രദ്ധമായിരുന്നു. അവളുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. എണ്ണമയമോ ചിട്ടയോ ഇല്ലാത്ത മുടി അലസമായി പാർക്കിടുന്നു. അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു. അലീന ഇത്തരം കുട്ടികളെ കണ്ടിട്ടുണ്ട്. ടാനിയ മുറിയുടെ വാതിലിനരികിൽ തന്നെ നിന്നു. റീത്താമ്മയും എൽസമ്മയും തിരികെ പോയപ്പോൾ ടെൽസയെ വിളിച്ചുകൊണ്ട് അവളും ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വന്നു. ലാലിച്ചൻ്റെ ഭാര്യയത്, അയാൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ശരിക്ക് കണ്ടോ? സംസാരിച്ചോ? ഇല്ല. ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. MLAയും പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചലിലെ വികാരിയച്ഛനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ 10-25 പേരുണ്ട്. ഞാൻ ചായ എടുക്കാൻ വല്യപ്പച്ച. എന്തിന്? അവർ ലാലിച്ചനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീയാണ് അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെയും അവൻ്റെ പട്ടികളെയും പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്തവരാ പുളിക്കൽ വീട്ടുകാർ. അങ്ങനൊന്നും പറയല്ലേ വല്യപ്പച്ച. എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്ന് വെച്ച് നിനക്കറിയാഞ്ഞിട്ടാ മോളെ. ചട്ടിമ്പകളാ പുളിക്കൽക്കാർ. ടീബിൾ വെച്ച് IAS നശിപ്പിച്ചവനാ അച്ചൻകുഞ്ഞ്. അലീന അമ്പരപ്പോടെ ഔതക്കുട്ടിച്ചായനെ നോക്കി. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മോളിവിടിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലാലിച്ചൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഔതക്കുട്ടിച്ചായൻ മുറിയിൽ നിന്നിറങ്ങി. വാതിൽ പുറമേ നിന്ന് അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിക്കുന്ന ശബ്ദം കേട്ടു. അലീന വാതിലിൽ നിന്നിർക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു സോപ്പ് പെട്ടി കിടക്കാവുന്നിടത്തോളം മാത്രം വിടവ്. അലീന പുറത്ത് ആരാ നിൽപ്പുണ്ട്. ആരാണത്? അലീന ചോദിച്ചു. വാതിലിൻ്റെ വിടവ് കുറെ കൂടി വലുതായി. ഒരു ചിരിച്ച മുഖം. ടെൽസിയായിരുന്നു അത്. അലീന കൈയാട്ടി വിളിച്ചു. അവൾ അല്പം ശങ്കിച്ചു നിന്നു. പിന്നെ വാതിൽ അല്പം കൂടി തുറന്ന് നുഴഞ്ഞു കയറുന്ന പോലെ അകത്തേക്ക് കയറി. അവൾ അലീനയുടെ അടുത്ത് വന്നു. അലീന അവളെ അടിമുടി നോക്കി. പേരെന്താ? ടെൽസ ചോദിച്ചു. അലീന. സുഖമാണോ? അലീനയുടെ കണ്ണു നിറഞ്ഞു. അതെ. അവൾ ടെൽസയുടെ തോളത്ത് സ്പർശിച്ചു. ടെൽസ ആശ്ചര്യത്തോടെ അവളെ നോക്കി. പപ്പയുടെ മോളാ? അലീന നിറമിഴികളോടെ തലയാട്ടി. അവൾ ടെൽസയുടെ 2 ചുമലിലും കൈവച്ചു. ചെവി മൂടിക്കിടക്കുന്ന മുടിയിഴകൾ പിന്നോട്ട് മാടി ഒതുക്കി. കവളിണകളെ തലോടി. ടെൽസയ്ക്ക് ചിരി വന്നു. അവൾ അലീനയുടെ കൈത്തലം പിടിച്ചു നോക്കി. പനിയുണ്ടോ? ഇല്ല. ടെൽസ പഴയ പോലെ അലീനയുടെ കയ്യിൽ തലം പിടിച്ച് തൻ്റെ കവളിൽ ചേർത്ത് വെച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂട്, നല്ല സുഖം. അലീന ചേച്ചിക്ക് കരച്ചിൽ വന്നു.
ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ ചേച്ചി എന്ന് വിളിച്ചത്. അത് അന്തരാത്മാവിൽ നിന്ന് വരുന്നതാണ്. അലീന മെല്ലെ അവളുടെ ആശ്ലേഷിച്ചു. അവളുടെ പുറത്തും ശിരസിലും തലോടി. അത് ഇഷ്ടമായതുപോലെ ടെൽസ അവളോട് കുറെ കൂടി ചേർന്ന് നിന്നു. അലീന അവളുടെ മുഖം തൻ്റെ തോളിലേക്ക് അമർത്തി. ടെൽസ മുഖമുയർത്തി അവളെ നോക്കി. എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അലീന അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഞങ്ങളുടെ വീട്ടിൽ വരുമോ ചേച്ചി? വരും. അലീന തേങ്ങി. ടെൽസ, റീത്താമ്മയുടെ വിളി കോറിഡോറിൽ നിന്ന് കേട്ടു. ഞെട്ടലിൽ അവൾ പിടഞ്ഞു മാറി. ആൻറ്റി വിളിക്കുന്നു, പിന്നെ വരാം. ടെൽസ വാതിലിന് നേർക്ക് ഓടി പുറത്ത് കടന്ന് വാതിലടിച്ചു. റീത്താമ്മ അവളെ ശകാരിക്കുന്നത് അവ്യക്തമായി കേൾക്കാമായിരുന്നു. അലീന കിടക്കിലേക്കിരുന്നു. എത്ര ശ്രമിച്ചിട്ട് കരച്ചിൽ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം സ്റ്റാൻലിയുടെ ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ സ്റ്റാൻലി അവരെ ഹോളിലേക്ക് ആനയിച്ചു. 4 സോഫകളും കുറേയധികം കസേരകളും 4 ടീപ്പോയും വലിയ വട്ടമേശയുമെല്ലാം ആ ഹാളിലുണ്ടായിരുന്നു. ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ട് മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. MLA തോമസ് പുരുത്തിക്കാടൻ പരിഭവം പറഞ്ഞു. ഞങ്ങൾ സോൾജിയേഴ്സ് ശത്രുസൈന്യത്തെ ഹാർദമായി സ്വീകരിക്കാറില്ല, സ്റ്റാൻലി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞു. തോമസ് പരുത്തിക്കാടൻ രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയായിരുന്നു സാരം. എല്ലാവരും ഇരിക്കണം, സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലിക്ക് പിന്നിൽ 2 നായ്ക്കൾ ചെവി വട്ടം പിടിച്ച് രംഗം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. തോമസ് പരുത്തിക്കാടൻ തൻ്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗവും സാമൂഹിക പ്രവർത്തകരുമായ സാവിത്രി വിശ്വംഭരൻ, ഇടവക വികാരിയച്ചൻ ഫാദർ ജെയിംസ് പുത്തൻതറ, പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു തുടങ്ങിയവരായിരുന്നു അവർ. പലരെയും മുൻപേ അറിയാമായിരുന്നുവെങ്കിലും സ്റ്റാൻലി പരിചയപ്പെടുത്തലിന് വിധേയനായി നിന്നുകൊടുത്തു. ബാക്കിയുള്ളവർ റീത്താമ്മയും എൽസമ്മയും അവരുടെ ബന്ധുജനങ്ങളുമായിരുന്നു. റീത്താമ്മയും എൽസമ്മയും കുട്ടികളും ഒരേ സോഫയിലാണ് ഇരുന്നത്. ടെൽസ എഴുന്നേറ്റ് പോകാൻ പലവട്ടം ശ്രമിച്ചിട്ടും ടാനിയ പിടിച്ചിരുത്തി. അതിനാൽ ടെൽസ ശബ്ദം താഴ്ത്തി ടാനിയയോട് വഴക്കിടുകയും അവളെ മാന്തുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയുടെ കുശലാന്വേഷണം നടത്തി. ഇവിടെ എന്തോ വിശേഷം? ബ്ലൂ ലേബൽ 2 എണ്ണം ഇരിപ്പുണ്ട്. റെമി മാർട്ടിൻ 1.5 എണ്ണം. ഹെന്നാസിമു 3. എല്ലാം സിംഗപ്പൂരിൽ നിന്ന് ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. എയർപോർട്ടിൽ നിന്നും കസ്റ്റംസിനും ഇപ്പോൾ സാധനം കിട്ടുന്നില്ലേ? സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ പറഞ്ഞു. തോമസ് പരുത്തിക്കാടൻ ചമ്മലകറ്റാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഈ സ്റ്റാൻലി തമാശ പറഞ്ഞാൽ തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല. മിസ്റ്റർ സ്റ്റാൻലി തനിച്ചാണ് ഇവിടെ താമസം? സാവിത്രി വിശ്വംഭരൻ തിരക്കി. അല്ല, എൻ്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുമുണ്ട്. ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്. അവരെന്തുകൊണ്ടാണ് മിസ്റ്റർ സ്റ്റാൻലിയോടൊപ്പം താമസിക്കാത്തത്? അത് അവരോട് ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയോടും മക്കളോടും ഒപ്പം താമസിക്കാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ നിങ്ങളുടെ തലയിൽ കുത്തി നിറച്ച കുറെ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം വരരുത്. ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പെരുമാറണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളാരും ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരല്ല. എന്നെ ആക്രമിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. കാര്യങ്ങൾ സംസാരിക്കേണ്ട മിസ്റ്റർ സ്റ്റാൻലി, സാവിത്രി വിശ്വംഭരൻ ചോദിച്ചു. അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വ്യക്തമായിരുന്നു. പിന്നീട് ഫാദർ ജെയിംസ് പുത്തൻപിച്ചിറയാണ് സംസാരിച്ചത്. സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ച് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന്. അതനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ഫാദർ കാര്യം പറഞ്ഞാൽ മതിൽ വളച്ചു കെട്ടണ്ട. എൻ്റെ ഭാര്യയുടെ കുമ്പസാരക്കൂടിനരികെ വന്നു നിന്ന് പിറുപിറുക്കുന്നതോ അച്ഛൻ പള്ളിമേടയിൽ കയറി നിന്ന് കാണുന്നതോ അല്ല യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരിക. ശരി, ഞങ്ങളുടെ ഇവിടെ വന്നെത്തിയെന്നാണ് വച്ചാൽ സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്നതായി അറിഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിക്ക് ഭാര്യയുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളുമുണ്ട്. അതേപ്പറ്റി ചോദിക്കാനും. വെയിറ്റ് 1 മിനിറ്റ്. സ്റ്റാൻലി പരുത്തിക്കാടനെ തടഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഹാൾ വിട്ടിറങ്ങിപ്പോയി. വന്നതെന്തിനാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ പെണ്ണിനെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത്. അച്ചങ്കുഞ്ഞ് മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു. തിരികെ വന്ന സ്റ്റാൻലിയോടൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ട് ഹാളിലുണ്ടായിരുന്നവർ ആശ്ചര്യസ്തബ്ധനായി. സ്റ്റാൻലി അവളെ എല്ലാവർക്കും കാണത്തക്ക വിധം ചുമരോട് ചേർന്ന് കിടക്കുന്ന മേശയ്ക്ക് മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. റോസ് നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ് അലീന ആൾക്കൂട്ടത്തിന് മുമ്പിൽ പരിഭ്രമത്തിൽ കുതിർന്നു നിന്നു. ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടാണ് ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അലീന തൻ്റെ മുമ്പിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി എല്ലാവരുടെയും നോട്ടം തൻ്റെ നേർക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു തരം
അധൈര്യവും ജാളിവും അവളെ ഗ്രസിച്ചു. അവൾ സ്റ്റാലിയുടെ നേർക്ക് നോക്കിയിട്ട് അല്പം കൂടി ചേർന്ന് നിന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് പൊതുവായ ചില സംശയങ്ങൾക്ക് ചോദിക്കുന്നതിന് മുൻപേ മറുപടി പറയാം. എൻ്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിവരം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഒരു ഓർഫനേജിലാണ് ഇവൾ ഇത്രയും കാലം ജീവിച്ചത്. 24 വർഷം മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണ് ഇവൾ, സ്റ്റാൻലി പറഞ്ഞു. ഈ കഥയൊന്നും ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ? എൽസമ്മയുടെ സഹോദരൻ സ്റ്റീവൻ അമർഷത്തോടെ ചോദിച്ചു. പറയേണ്ട ആവശ്യം വന്നില്ല. എന്തുകൊണ്ട് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ല? അവളെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാമെന്ന് മാത്രം. ഞങ്ങളുടെ എൽസമ്മയ്ക്ക് വിവാഹത്തിന് മുൻപ് ഇങ്ങനെയൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു, സ്റ്റാൻലി? ഓർക്കാപ്പുറത്ത് അച്ചൻകുഞ്ഞിൻ്റെ നാവിൽ വളഞ്ഞതാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാൻലി മറുപടി പറയാൻ വിഷമിച്ചേ തീരൂ. ഞാൻ എന്തു ചെയ്യുമായിരുന്നു? അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കുണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ, സ്റ്റാൻലി പറഞ്ഞു. ഇത്തരം അവരെ ചിന്താക്കുഴപ്പത്തിലാക്കി. സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപെടുത്തുന്നിടത്തോളം. ഈ കുട്ടി മിസ്റ്റർ സ്റ്റാൻലിയുടെ തന്നെ മകളാണെന്ന് എന്താ ഉറപ്പ്? തോമസ് പരുത്തിക്കാടൻ ചോദിച്ചു. എനിക്ക് സംശയമില്ല. സംശയമുള്ളവർ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്ത് തിരുവനന്തപുരം വരെ പോയിക്കൊള്ളണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന സ്ഥാപനമുണ്ട്, സ്റ്റാൻലി അർത്ഥശങ്കയില്ലാത്തവണ്ണം പറഞ്ഞു. ഇത്രയും കാലം ഓർഫനേജിൽ ജീവിച്ചിട്ട് എന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു? അങ്ങ് വിട്ടാൽ പോരായിരുന്നോ? എൽസമ്മയുടെ അനുജത്തി ആൻമേരിയുടെ ഭർത്താവ് മൈക്കിൾ ഡോട്ട്ഹൗലനായി. അപ്പനും അമ്മയും ആരെന്നറിയാതെ അനാഥയെ പോലെ ജീവിച്ചവളാ എൻ്റെ മകൾ. അതവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെ തെറ്റാണ്. അതിൻ്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ കോൺവെൻറ്റിലേക്കോ മാറ്റി താമസിപ്പിച്ചാൽ പോരായിരുന്നോ? നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഫാദർ ജെയിംസ് പുത്തൻതറ പറഞ്ഞു. അതിനല്ല ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കെൻ്റെ മകളോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടം. അവൾ കുറച്ചു കാലമെങ്കിലും സുഖവും സന്തോഷവുമായി ജീവിക്കുന്നത് എൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് അവളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ഒരു ഫോർമുലയും ആരും ചിന്തിക്കുക പോലും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ല, സ്റ്റാൻലി അസന്ധിഗ്ധമായി പറഞ്ഞു. അലീന നിറകണ്ണുകളോടെ മുഖം ചിരിച്ച് സ്റ്റാൻലിയെ നോക്കി. പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക കൂടി ചെയ്തിരുന്നുവെങ്കിൽ അവൾ ആശിച്ചു. മോള് പോയിക്കോ, ഇവർക്ക് ചായ കൊടുക്കണം. സ്റ്റാൻലി അവളുടെ തോളത്ത് മൃദുവായി തട്ടി. തലയാട്ടിയപ്പോൾ ഒരു കണ്ണീർക്കണം അടർന്ന് കവിളത്ത് വീണു. അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്, സേവിച്ചൻ പറഞ്ഞു. ഇവളോട് ആരും ഒന്നും സംസാരിക്കേണ്ട. മോശമായ ഒരു വാക്കോ നോട്ടമോ പോലും ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. സ്റ്റാൻലി തൻ്റെ നിലപാട് വ്യക്തമാക്കി. അലീന പോയിക്കോളൂ. അലീന ഹാളിൽ നിന്ന് പോയി. സ്റ്റാൻലിക്ക് വേറെയും മക്കളുണ്ടോ? അവരുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? വികാരിയച്ഛൻ നീരസത്തോടെ ചോദിച്ചു. സോറി ഫാദർ, സ്നേഹവും കരുതലും എവിടെ വെറുതെ വിളമ്പുന്നില്ല, ആവശ്യമുള്ളവർക്കേ കൊടുക്കാനുള്ളൂ. 24 വർഷം മുൻപ് സംഭവിച്ച അബദ്ധം സ്റ്റാൻലി എന്തിനെ ഏറ്റെടുത്തു എന്നാണ് ഇവരുടെ ചോദ്യം. പരുത്തിക്കാടൻ തർക്കിച്ചു. സ്റ്റാൻലിയുടെ മകൾ ഏതു കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അറിയിക്കുന്നിടത്ത് അവൾ എത്തണം. ഇതൊക്കെ ഒരു കുടുംബത്തിന് അഭിമാനമാണോ സ്റ്റാൻലി? മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ കൊള്ളാമോ? സ്റ്റാൻലി ചെയ്ത തെറ്റിൻ്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സംഭവിച്ചതൊന്നും തിരുത്താൻ പറ്റില്ല. സ്റ്റാൻലി അവളെ മാറ്റി താമസിപ്പിക്കുന്നില്ലെന്ന് തീർച്ചയാണോ? അച്ചൻകുഞ്ഞ് ചോദിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുന്നതുവരെ സ്റ്റാൻലി മറുപടി നൽകി. എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5ആയി ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെക്കണം. എബ്രഹാം മാത്യു പറഞ്ഞു. ബാക്കി ഒരു ഭാഗം ആർക്കാണ്? സ്റ്റാൻലിക്ക്. അലീനയ്ക്കോ? സ്റ്റാൻലി ചോദിച്ചു. സ്റ്റാൻലിയുടെ വീതം അവൾക്ക് കൊടുക്കാമല്ലോ. ഈ ഫോർമുല ആര് തന്നു? അതല്ലേ അതിൻ്റെ ന്യായം. ഞാൻ വാദിച്ചാൽ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താണ് അവകാശം? അതിൻ്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കലക്കണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗത രീതിയുണ്ടല്ലോ. അതനുസരിച്ച് മക്കൾക്കാണ് അപ്പൻ്റെ സ്വത്ത്. ആരും കടലിൽ കലക്കാറില്ല, സ്റ്റീഫൻ പറഞ്ഞു. കൊടുക്കേണ്ട സമയമാകട്ടെ, അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഈ സ്വത്തുണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? കല്യാണത്തിന് മുൻപും പിൻപും നിങ്ങൾക്ക് ഇതുപോലത്തെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനിയും ഓർഫനേജുകളിൽ നിന്നോ തെരുവുകളിൽ നിന്നോ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം. അല്ലെങ്കിൽ പൂർവ്വകാമുകിയായിരുന്നെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നേക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ സ്റ്റാൻലിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ.
ഉള്ള സ്വത്തെല്ലാം ആ പെണ്ണിൻ്റെ പേരിലായി പോയാൽ സ്റ്റാൻലിയുടെ മക്കൾ എന്തു ചെയ്യും? തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരില്ലല്ലോ. അച്ഛൻ കുഞ്ഞ് ധാർമ്മിക രോഷത്തോടെ പറഞ്ഞു. ആഹാ, എൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്. സ്റ്റാൻലി ചെറുതായി ഒന്ന് ചിരിച്ചു. അവർ പറയുന്നതിലും കാര്യമില്ലേ മിസ്റ്റർ സ്റ്റാൻലി? പരുത്തിക്കാടൻ ചോദിച്ചു. പരസ്പര വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിൻ്റെ അടിത്തറ. മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും സ്റ്റാൻലി തന്നെ സമ്മതിച്ചോടെ ആ അടിത്തറ തകർന്നു. ഇനിയും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്റ്റാൻലി പൊടുന്നതിനെ പൊട്ടിച്ചിരിച്ചു. എന്താണ് ഇത്ര ചിരിക്കാൻ? ആരും തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. വികാരി അച്ഛൻ മുഖം ചുളിച്ചു. ഇത്രയും വലിയൊരു തമാശ കേട്ടാൽ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വെച്ചത് കണക്ക് കൂട്ടിയാൽ 24 വർഷം മുൻപാണ് ഞാൻ അടിത്തറ തകർത്തത്. അന്നും ഞാൻ എൽസമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹജീവിതം തുടങ്ങിയതും ഇവിടം വരെ എത്തിയതും. എന്നിട്ട് എന്നിലെ എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചിരിക്കാതെ എന്തു ചെയ്യും ഫാദർ? അതല്ല സ്റ്റാൻലി പ്രശ്നം. പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു വിശദീകരിക്കാൻ ശ്രമിച്ചു. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉള്ളതാണെന്നതായിരുന്നു അവരുടെ ധാരണ. മറ്റേ പെണ്ണ് വന്നതോടെ എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. എൽസമ്മ പോയി ബിൽഗേറ്റിനെ കല്യാണം കഴിക്കട്ടെ. അയാൾക്ക് ആയിരക്കണക്കിന് കോടി ഡോളർ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിതത്വ ബോധവും കിട്ടും. നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? സ്റ്റാൻലി വികാരിയച്ഛൻ ചോദിച്ചു. അതെ, സംശയമെന്താ? ഭർത്താവിൻ്റെ വരുമാനവും സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിത ബോധം നൽകുന്ന സംഗതികൾ എന്ന് വിശ്വസിച്ച ഒരു ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണ് ഫാദർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അങ്ങനെ പറയരുത് സ്റ്റാൻലി. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും അവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. അതെൻ്റെ കുറ്റമല്ല. എൻ്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നിട്ടാണ്. അവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമോ എന്നതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്നതാണ്. സ്റ്റാൻലിയുടെ കടമ ചെയ്തിരുന്നെങ്കിൽ. സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല കൂടുതൽ സംസാരിക്കാൻ. നിങ്ങൾ ഉപദേശിച്ചു വന്ന 2 കാര്യങ്ങളും നടക്കില്ല. ഒന്ന്, എൻ്റെ മകളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല. 2, സ്വത്ത് പങ്കുവയ്ക്കില്ല. ഭാര്യയുടെയും മക്കളുടെയും ന്യായമായ പരാതികൾ മതി. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം, സൗകര്യങ്ങൾ, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. വേറെ ഒന്നും പറയാനില്ലല്ലോ. നമുക്ക് ഇവിടെ നിർത്താം. അങ്ങനെ തന്നിഷ്ടത്തിന് തന്നെത്താൻ തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. അച്ഛൻ കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ആരാ നിങ്ങളുടെ നേതാവ്? ഈ മീറ്റിംഗ് ഒന്ന് പിരിച്ചുവിട്ടേക്കണം. സ്റ്റാൻലി ജെയിംസ് പുത്തം തറയെയും പരുത്തിക്കാടനെ നോക്കി സ്റ്റാൻലി വാതിക്കലിനടുത്തേക്ക് നടന്നു. അങ്ങനെ പോകാൻ വരട്ടെ, 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ. സ്റ്റീഫൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഒരു മുരൾച്ച കേട്ട് എല്ലാവരും മേശച്ചുവട്ടിലേക്ക് നോക്കി. ശാന്തരായി കിടന്ന നായ്ക്കൾ 2 എഴുന്നേറ്റ് കാതു കൂർപ്പിച്ച് നിൽക്കുന്നു. അതിലൊരെണ്ണം സ്റ്റീഫനെ നോക്കി മുരളുന്നുണ്ട്. ഒരു പശുക്കിടാവിനോളം വലുപ്പമുള്ള ആ നായ നടന്ന് സ്റ്റാൻലിയുടെ അരികെ എത്തി. എന്നിട്ട് സ്റ്റീഫൻ്റെ നേർക്ക് ജെഫി വട്ടം പിടിച്ചു നിന്നു. സ്റ്റാൻലി വാതിൽ തുറന്നിട്ടു. ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. ആരും മിണ്ടിയില്ല. അന്യോന്യം ചില നോട്ടങ്ങൾ കൈമാറി ഓരോരുത്തരായി വാതിൽ കടന്നു. ചായ കഴിച്ചിട്ടേ പോകാവൂ മിസ്റ്റർ പരുത്തിക്കാടൻ. എനിക്കൊരു കമ്പനി തരികയും വേണം, സ്റ്റാൻലി പറഞ്ഞു. എല്ലാവരും പുറത്ത് കിടക്കുന്നത് വരെ സ്റ്റാൻലിയും നായ്ക്കളും ഹാളിൻ്റെ വാതിക്കൽ തന്നെ നിന്നു.